സ്റ്റോറീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഡ്രൈവിംഗ് ഒക്കെ ഭയങ്കര ക്രേസ് ഉള്ള ആൾക്കാർ എങ്ങനെ UK ഡ്രൈവിംഗ് ചെയ്യാമെന്നൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോണേ. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഡ്രൈവിംഗ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവും, യാത്രകൾ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവുമായിരിക്കും. ഞാനും അതിലൊരാളാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ ഈ പഠിപ്പും ഷിഫ്റ്റും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പെട്ടെന്ന് അതിനോടുള്ള ഒരു ക്രേസ് ഇച്ചിരി കുറഞ്ഞു പോയി. പക്ഷെ മനസ്സിനുള്ളിൽ എവിടെയോ ഇവിടുത്തെ ഒരു ലൈസൻസ് എടുക്കണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ യാത്ര ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ UK വന്നിട്ട് എങ്ങനെയാണ് ലൈസൻസ് എടുക്കുക എന്നുള്ള കാര്യങ്ങളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ റെഡി ആണെങ്കിൽ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നേരത്തെ ഞാൻ ഇൻട്രോയിൽ പറഞ്ഞതുപോലെ UK ലൈസൻസ് എങ്ങനെ എടുക്കാം എന്നുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യണേ. അപ്പോൾ കുറേ എൻക്വയറീസ് എനിക്കിങ്ങനെ വന്നായിരുന്നു. ഞാൻ എൻ്റെ ടെസ്റ്റ് പാസ്സായതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് വന്നു കുറച്ച് പേരുടെ. നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ ഇന്റർനാഷണൽ ലൈസൻസിലേക്ക് കൺവേർട്ട് ചെയ്യണോ, അങ്ങനെയുള്ള കുറച്ച് കുഞ്ഞു കുഞ്ഞു ഡൗട്ട്. അപ്പോൾ അതിന് ആദ്യം ക്ലാരിഫൈ ചെയ്തിട്ട് നമുക്ക് ബാക്കിയുള്ള സ്റ്റെപ്പിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ എൻ്റെ ഒരു ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ നമ്മൾ നമ്മുടെ നോർമൽ ലൈസൻസ് ഇന്റർനാഷണൽ ആക്കാൻ വേണ്ടി ഒരു 2000-3000 രൂപ കൊടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. കാരണം നമ്മുടെ നാട്ടിലത്തെ ലൈസൻസും ഇവിടുത്തെ ലൈസൻസും ഏകദേശം ഒരേപോലെയാണ്. ഐ മീൻ അതിലുള്ള ലാംഗ്വേജും ഇവിടുത്തെ ലാംഗ്വേജും ഒക്കെ സെയിം ആണ്. നമ്മുടെ ലൈസൻസ് നോക്കിയാൽ അറിയാം ഇംഗ്ലീഷിലാണ് നമ്മുടെ ഇൻഫർമേഷൻ എല്ലാം കൊടുത്തിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമ്മൾ സംസാരിക്കുന്നതും ഇംഗ്ലീഷാണ്. അപ്പോൾ അതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ബാരിയർ അല്ലെങ്കിൽ അവരിത് വെരിഫൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ആ ലൈസൻസ് ഇവിടെ 1 വർഷം വരെ യൂസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കൺവേർട്ട് ചെയ്ത് വെറുതെ നമ്മുടെ 2000 രൂപ 3000 രൂപ നാട്ടിൽ നിന്ന് തന്നെ കളഞ്ഞ് ചിലവാക്കിയിട്ട് ലൈസൻസ് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, പിന്നെ അടുത്ത ഒരു പോയിന്റ് എന്ന് പറയുന്നത് നാട്ടിലും നമ്മൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവിംഗ് ആണ്, ഇവിടെയും റൈറ്റ് സൈഡിൽ തന്നെയാണ് സ്റ്റിയറിംഗും ഡ്രൈവിംഗ് സ്റ്റൈലും ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പോൾ ആ 2 കാര്യങ്ങൾ കൊണ്ട് തന്നെ ലൈസൻസ് ഇന്റർനാഷണൽ ആക്കി കൺവേർട്ട് ചെയ്തിട്ട് നാട്ടിൽ നിന്ന് വരേണ്ട ആവശ്യം ഇല്ല എന്ന് ആദ്യം തന്നെ ഓർമ്മിപ്പിക്കട്ടെ. ഇനി ഇവിടുത്തെ ലൈസൻസ് എടുക്കുക എന്നുള്ളത് ഭയങ്കര റോക്കറ്റ് സയൻസ് പരിപാടിയൊന്നുമല്ല. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അതിന്റെ കാര്യങ്ങളൊക്കെ ഓരോന്ന് കിടക്കാം. ഇന്ന് നമ്മൾ അതിന്റെ ആദ്യ പടിയായ പ്രൊവിഷണൽ ലൈസൻസ് എങ്ങനെയാണ് എടുക്കണേ എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. പ്രൊവിഷണൽ ലൈസൻസ് എടുക്കുക എന്ന് പറയുന്നത് ഭയങ്കര സിമ്പിൾ ആണ്. ആ ഒരു ചെറിയ എക്സ്പെൻസ്, എനിക്ക് തോന്നുന്നു 30 പൗണ്ടിന് താഴെ, 23-24 പൗണ്ടാണ് നമുക്ക് കറക്റ്റ് അത് വെബ്സൈറ്റ് നോക്കുമ്പോൾ കറക്റ്റ് നമുക്കത് കാണാം. അപ്പൊ അത്ര എക്സ്പെൻസേ ഉള്ളൂ. നമുക്ക് പ്രൊഫഷണൽ എടുക്കുന്നതിന് എക്സാമോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മളുടെ BRP വെച്ചിട്ട് ഉള്ള ഡീറ്റെയിൽസും പാസ്പോർട്ടിലെ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസും ഒക്കെ നമ്മളൊരു ഫോം റിക്വസ്റ്റ് ചെയ്തിട്ട് അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഫോമിനോടൊപ്പം നമ്മുടെ BRP സെൻഡ് ചെയ്ത് കൊടുക്കുക. 2 ആഴ്ചയ്ക്കുള്ളിൽ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് കിട്ടും. ഇത്രയേ ഉള്ളൂ പ്രൊഫഷണൽ ലൈസൻസ് കിട്ടുക. അല്ലെങ്കിൽ UK ഡ്രൈവിംഗ് ലൈസൻസിന് ലേണിംഗ് എടുക്കാനുള്ള മുന്നോക്ക നടപടി ഇതാണ്. എന്താണ് പ്രൊഫഷണൽ ലൈസൻസ് കയ്യിലാക്കുക എന്നുള്ളത്. അപ്പോൾ 2 രീതിയിൽ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് എടുക്കാം. ഒന്ന്, നമുക്ക് ഡയറക്റ്റ് പോസ്റ്റ് ഓഫീസിൽ പോയിട്ട് ഫോം വാങ്ങി അയച്ചു കൊടുത്തിട്ട് നമുക്ക് ബാക്കി പ്രൊസീജിയർ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് ഓൺലൈനിൽ ചെയ്യാം. ഞാൻ ഓൺലൈനിലാണ് ചെയ്തത്. കാരണം എനിക്ക് പുറത്തേക്കൊക്കെ പോകാൻ ഇച്ചിരി മടിയുള്ള കൂട്ടത്തിലായതുകൊണ്ട് ഓൺലൈനിൽ എല്ലാം നമ്മുടെ വിരൽത്തുമ്പിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസി ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ ഓൺലൈനിലാണ് ചെയ്തത്. കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നേക്കാളും നമുക്ക് കാണുമ്പോൾ കുറച്ച് അധികമായിട്ട് മനസ്സിലാവുന്നുള്ളതുകൊണ്ട് നമുക്ക് എങ്ങനെയാണ് പ്രൊഫഷണൽ ലൈസൻസ് എടുക്കണ്ടേ എന്നുള്ളത് നോക്കി പഠിക്കാം. ഓക്കെ, വരും. ഞാൻ ആദ്യം ഇപ്പോൾ പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറഞ്ഞിട്ട് ഇതിൽ ടൈപ്പ് ചെയ്തപ്പോൾ തന്നെ ഇതാ ഇവിടെ കാണാമോ, അപ്ലൈ ഫോർ യുവർ ഫസ്റ്റ് പ്രൊഫഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഗവൺമെൻറ്റിൻ്റെ വെബ്സൈറ്റ് തന്നെയാണ്. അത് നമ്മൾ ഓപ്പൺ ചെയ്യാൻ പോവാണ്. അത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ നമുക്കിങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയി വരും. അപ്ലൈ ഫോർ യുവർ ഫസ്റ്റ് പ്രൊഫഷണൽ ഡ്രൈവിംഗ് ലൈസൻസ്. അതിൻ്റെ എല്ലാ റിക്വയർമെൻറ്റ്സ് ഒക്കെ അവർ പറയുന്നുണ്ട്. 34 പൗണ്ടാട്ടോ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് വരുന്നത്. ഇങ്ങനൊരു ക്ലോസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇഫ് യു അപ്ലൈഡ് ഫോർ എ പ്രൊഫഷണൽ ലൈസൻസ് ബിഫോർ 1 March 1973 അല്ല, ബിഫോർ യു സ്റ്റാർട്ട് നമുക്കൊന്ന് വായിച്ച് നോക്കാം. ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് നമുക്ക് വേണം. പാസ്പോർട്ടോ അല്ലെങ്കിൽ നമ്മുടെ BRP ആയാലും അയക്കേണ്ടി വരും. 3 വർഷത്തെ നമ്മുടെ അഡ്രസ്സിൻ്റെ പ്രൂഫ് കൊടുക്കണം. 34 പൗണ്ടാണ് വരുന്നത്.
അപ്ലൈ ബൈ പോസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം. എന്താ വരുന്നത് നോക്കാം. എനിക്ക് തോന്നുന്നു ഇത് റീഡയറക്റ്റ് ആയിട്ട് മറ്റൊരു പേജിലേക്ക് പോവും, അങ്ങനെയാണ് എൻ്റെ ഒരു ഓർമ്മ. നമ്മുടെ എല്ലാ ഡോക്യുമെൻറ്റ്സും ഞാൻ എപ്പോഴും പറയണ പോലെ നമ്മൾ എന്ത് പ്രോസസ്സ് ചെയ്യാനിരിക്കുകയാണെങ്കിൽ നമ്മുടെ ഡോക്യുമെൻറ്റ്സൊക്കെ അരിയത്ത് ഉണ്ടായിരിക്കണത് നല്ലതായിരിക്കും. ഞാൻ ഇതൊക്കെ എൻ്റെ അടുത്തുണ്ട്, അപ്പോൾ ഞാൻ കണ്ടിന്യൂ ചെയ്യാണ്. ഹാവ് യു ബീൻ ഇഷ്യൂഡ് വിത്ത് ഗ്രേഡ് GP പ്രൊഫഷണൽ ലൈസൻസ് ബിഫോർ? ഇല്ല. കറൻറ്റ് അഡ്രസ്സ് അവർ ചോദിക്കുന്നുണ്ട്. നമ്മൾ ഇംഗ്ലണ്ടിലാണ്. ഈ നോർത്തേൺ അയർലൻഡിലൊക്കെ വേറെ എന്തോ റൂളാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുത്തെ ചെയ്യണം കേട്ടോ. യെസ്, ഡിസ്ക്വാളിഫൈ ഒന്നും ആയിട്ടില്ല. ഞാനിവിടെ വന്നിട്ട് ഡ്രൈവ് ചെയ്തിട്ടില്ലാത്തത് കൊണ്ട് ഡിസ്ക്വാളിഫൈ ആയിട്ടില്ല. ഐസൈറ്റിൻ്റെ സ്റ്റാൻഡേർഡ്സ് റിക്വയർമെൻറ്റ്സ് ഇവിടെ കൊടുക്കുന്നുണ്ട്. 20 മീറ്റർ ദൂരത്തുനിന്ന് ഒരു കാറിൻ്റെ നമ്പർ പ്ലേറ്റ് നമുക്ക് അറിയാൻ പറ്റണം. അക്ഷരങ്ങളൊക്കെ ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റുന്നുണ്ടാവണം. വിഷന് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവരുത്. ഇനി ഗ്ലാസ് യൂസ് ചെയ്യുന്നവരാണെങ്കിൽ അതിവിടെ കൊടുക്കുക. ഞാനത് യൂസ് ചെയ്യുന്നില്ല. ഐസൈറ്റ് നോർമൽ സ്റ്റാൻഡേർഡിൽ എനിക്ക് പറ്റും. ഇങ്ങനത്തെ മെഡിക്കൽ കണ്ടീഷനൊന്നും എനിക്കില്ല, ഇതുവരെ ഇല്ല. നോ. എനിക്ക് പെനാൽറ്റി പോയിൻറ്റ്സൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ഇത് ചെയ്ത് നോക്കാം. അതെന്തൊക്കെയോ നമ്മൾ ഇനിയും ചെയ്യണം. നമുക്ക് ആദ്യം പ്രൊഫഷണൽ ലൈസൻസിൻ്റെ ഫോം കിട്ടട്ടെ. ഓൾഡ് സർവീസ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. കാരണം പുതിയ സർവീസിൽ നമ്മൾ അക്കൗണ്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് അത് ചെയ്യേണ്ടതെന്ന് പറയണേ. നമുക്ക് ഓൾഡ് ആയാലും കുഴപ്പമില്ല, നമുക്ക് നമ്മുടെ ഫോം കയ്യിൽ കിട്ടിയാൽ മതി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് നമുക്ക് ഞാനന്ന് ചെയ്തപ്പോൾ ഇങ്ങനൊരു ഇതാണ് ഓപ്പണായി വന്നതെന്ന് തന്നെയാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഇതിലേക്ക് നമ്മളിവിടെ എത്തി. അപ്പോൾ നമുക്ക് 5 സ്റ്റെപ്പ് ഇവിടെ ചെയ്ത് തീർക്കാനുണ്ട്. വെൽഷിലും കൂടെയാന്ന് തോന്നുന്നു ലാംഗ്വേജ് എഴുതിയിട്ടുള്ളത്. നമ്മളിനി ഡീറ്റെയിൽസൊക്കെ ഇവിടെ കൊടുക്കണം. അപ്പോൾ ഡീറ്റെയിൽസ് നമുക്ക് ഫില്ല് ചെയ്ത് കണ്ടിന്യൂ ചെയ്യാം കേട്ടോ. ഇവർ നമ്മുടെ അഡ്രസ്സ് ചോദിക്കുന്നുണ്ട്. അഡ്രസ്സ് നമ്മൾ കൊടുക്കാം. അഡ്രസ്സ് നമ്മൾ കൊടുത്തു കഴിയുമ്പോൾ അത് കൺഫേം ചെയ്യാനുള്ള നമ്മുടെ ഫുൾ അഡ്രസ്സ് അവർ തന്നെ കണ്ടുപിടിച്ച് നമുക്കത് കൺഫേം ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവർ തരുന്നുണ്ട്. നമ്മളിവിടെ എത്ര നാളാണ് ഇവിടെ താമസിച്ചിട്ടുള്ളത്. ഇപ്പോൾ ഞാനിപ്പോൾ 2 വർഷവും ഒരു 5 മാസമാണെന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു അങ്ങനെ കുറവ് 3 വർഷത്തെ നമുക്ക് അഡ്രസ്സ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനേക്കാളും നമ്മൾ കുറവാണ് ഒരു അഡ്രസ്സിൽ താമസിച്ചിട്ടുള്ളൂ എങ്കിൽ അവർ നമുക്ക് അടുത്ത അഡ്രസ്സ് ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ തരും. കാണാമോ? അപ്പോൾ അതുപോലെ നമ്മൾ ഈ ഫോമിലും നേരത്തെ നമ്മൾ അഡ്രസ്സ് കൊടുത്തിട്ടുള്ളത് പോലെ കൊടുക്കുക, കൺഫേം ചെയ്യുക. അഡ്രസ്സ് കൺഫേം ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വരുന്ന പേജ് അപ്ലൈ ഫോർ എ പ്രൊഫഷണൽ ലൈസൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പേഴ്സണൽ ഡീറ്റെയിൽസാണ് വരുന്നത്. അപ്പോൾ ഇതും കൂടെ കംപ്ലീറ്റ് ചെയ്യുക. നമ്മൾ നെക്സ്റ്റ് കൊടുത്താൽ നമ്മുടെ NI നമ്പർ ചോദിക്കുന്നുണ്ട്. ഇവിടുത്തെ NI നമ്പർ കൺഫേം ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പാസ്പോർട്ടിൻ്റെ നമ്പർ ചോദിക്കുന്നുണ്ട്. ഓക്കെ, പാസ്പോർട്ട് നമ്പർ ക്യാരക്ടേഴ്സ് നമ്പേഴ്സ് മാത്രമായിട്ടാണ് കേട്ടോ നമ്മൾ ചെയ്ത് കൊടുക്കേണ്ടത്. അത് കഴിയുമ്പോൾ അവർ ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പേജിൽ പാസ്പോർട്ടിലുള്ള ഫോട്ടോ വേണോ ഇത് വേണോ എന്ന് ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ പാസ്പോർട്ടിലുള്ള ഫോട്ടോ വേണ്ടെങ്കിൽ നമുക്കിത് കൊടുക്കാം, അല്ലെങ്കിൽ ഇത് കൊടുക്കാം. ഞാൻ പാസ്പോർട്ടിലുള്ള ഇത് ഫോട്ടോ വേണ്ടാന്ന് ഞാൻ പറഞ്ഞു നോക്കട്ടെ, എന്താ ഉണ്ടാവാൻ നോക്കാം. ഹാവ് യു ലിവ്ഡ് ഇൻ എനി അതർ കൺട്രി ഇൻ ലാസ്റ്റ് 12 months? നോ, ഞാൻ എവിടെയും പോയിട്ടില്ല. പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്താൽ മതി. എന്തെങ്കിലും ഡിസ്ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല. യെസ്. നോ, ഐ ഡോണ്ട് വെയർ എനി ഗ്ലാസസ്. ജിമ്മിൽ കയറാൻ പോകുന്ന പോലെ ഫിറ്റ്നസ് ഒക്കെ ചോദിക്കുന്നുണ്ടല്ലോ. മെഡിക്കൽ കണ്ടീഷൻസ് ഇതൊന്നും എനിക്കില്ല കേട്ടോ.
ഇതൊന്നുമില്ല, അപ്പോൾ പിന്നെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നെക്സ്റ്റ് കൊടുക്കുക. എല്ലാ ഇൻഫർമേഷനും കറക്റ്റാണെന്ന് ഉണ്ട്. എന്നെ പോലീസ് പിടിച്ചു കൊണ്ടുപോകുമോ? ഞാൻ റാൻഡമായിട്ടാണ് ഇൻഫർമേഷൻ കൊടുത്തത്. ഓർഗൻ ഡൊണേഷൻ, വണ്ടി ഇടിച്ച് എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ. ആദ്യം നമുക്കിത് കംപ്ലീറ്റ് ചെയ്യാം, അത് കഴിഞ്ഞിട്ട് അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പോൾ ഇമെയിൽ അഡ്രസ്സാണ് നെക്സ്റ്റ് നമ്മുടെ അടുത്ത് ചോദിക്കണം. ഇമെയിൽ അഡ്രസ്സ് നമ്മൾ കൊടുക്കാം. യെസ്. ഡിക്ലറേഷൻ കൊടുത്തു കഴിയുമ്പോൾ ഇവർ ചിലപ്പോൾ റോങ് ആണ് പറയാവോ? ഇല്ല, ഞാൻ റാൻഡമായിട്ട് എന്തൊക്കെയോ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഉണ്ട്. അപ്പോൾ നമ്മളുടെ എല്ലാ ഡീറ്റെയിൽസും അടങ്ങിയിട്ടുള്ള പേജ് നമുക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് അത് ഒക്കെ ചെക്ക് ചെയ്യുക. അത് കഴിയുമ്പോൾ നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കും. പേയ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി അപ്ലൈ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഞാൻ ഇവിടെ വെച്ചിപ്പോൾ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ഇത് പേയ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ പേയ്മെൻറ്റ് കൺഫേം ആയി എന്ന് പറഞ്ഞ് അവർ ഒരു പേജ് കാണിച്ചു തരും. അതിൽ നമുക്ക് നെക്സ്റ്റ് എന്താണ് ഇനി പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അതും അവർ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം വെയിറ്റ് ചെയ്താൽ നമുക്ക് ലെറ്റേഴ്സും മറ്റു കാര്യങ്ങളും നമ്മളെ വീട്ടിലേക്ക് വരും. അപ്പോൾ ആ ഫോം ഫില്ല് ചെയ്ത് നമ്മുടെ BRPയും കൂടെ അതിന് കൂടെ അയച്ച് അവർക്ക് കൊടുക്കണം. അങ്ങനെയാണ് ഞാൻ ചെയ്ത പ്രോസസ്സ്. അപ്പോൾ ഇവിടെ വെച്ച് ഞാനിത് സ്റ്റോപ്പ് ചെയ്യാണ് കേട്ടോ. നിങ്ങൾ പേയ്മെൻറ്റൊക്കെ കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആ പേജും ലെറ്ററൊക്കെ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ പ്രോസസ്സ് ചെയ്യേണ്ടത്. ഇനി ബാക്കി ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, പെട്ടെന്നുള്ള ആക്സസിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു. നമ്മളിപ്പോൾ വെബ്സൈറ്റിൽ കയറി ചെയ്തപ്പോൾ ഒരു ധാരണ കിട്ടിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എൻവലപ്പ് വീട്ടിലേക്ക് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ അതിനോടൊപ്പം ഒരു ഫോം വരും. അത് നമ്മൾ ഫില്ല് ചെയ്ത് നമ്മുടെ BRP അടക്കം തിരിച്ചയച്ചു കൊടുത്താൽ 2 ആഴ്ചക്കുള്ളിൽ നമുക്ക് പ്രൊഫഷണൽ ലൈസൻസ് കയ്യിൽ കിട്ടും. അപ്പോൾ അത് ഫോം വരുമ്പോൾ എന്തൊക്കെ ചെയ്യണം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് ഫില്ല് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇതാണ് നമ്മുടെ ആദ്യത്തെ ചെയ്യേണ്ട സ്റ്റെപ്പ്. UK ലൈസൻസ് എടുക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇഷ്ടമുള്ളവർ ഫസ്റ്റ് തന്നെ ചെയ്തിരിക്കേണ്ട കാര്യം ഇതാണ്. സോ എല്ലാവരും എൻജോയ് ചെയ്തെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും വരാം. അതുവരേക്കും ടാറ്റാ, ബൈ ബൈ.